എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ. ഇന്ത്യ ഡോക്ടർമാരെ ആദരിക്കുന്നതിനായി ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ്. 2025 ഡോക്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മാസ്ക് കെയറിംഗ് ഫോർ കെയർ ഗിവേഴ്സ് എന്നാണ്. ആരോഗ്യമേഖലയിൽ തൻ്റെതായ സ്ഥാനം സൃഷ്ടിച്ച ഡോക്ടർ ബിസി റോയിയുടെ സ്മരണാർത്ഥമാണ് ഡോക്ടേഴ്സ് ദിനം ആരംഭിക്കുന്നത്. 1882 ജൂലൈ 1 അദ്ദേഹത്തിൻ്റെ ജനനദിവസം. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നത് 1991 ജൂലൈ 1 തന്നെയാണ്. ഡോക്ടർ ബിസി റോയിക്ക് അദ്ദേഹം ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ മുൻനിർത്തി അത് അംഗീകരിക്കുന്നതിനും അത് ഓർമ്മിക്കുന്നതിനുമായാണ് 1991 ഇന്ത്യ ഗവൺമെൻറ് ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ പക്ഷേ പോകുന്നത് ഇതിനെക്കുറിച്ചല്ല, ഡോക്ടേഴ്സ് സിംബലിനെ കുറിച്ചാണ്. വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക ചിഹ്നം പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരും അല്ലേ? ചിറകുള്ള ഒരു വടിയിൽ ചുറ്റിത്തിരിയുന്ന 2 പാമ്പുകൾ. കാഡ്യൂഷ്യസ് എന്ന് വിളിക്കുന്ന ഈ ചിത്രം ആശുപത്രികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, സൈനിക മെഡിക്കൽ കോപ്സ് പോലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ചിറകുള്ള ഒരു വടിയിൽ ചുറ്റിയിരിക്കുന്ന 2 സർപ്പങ്ങളെ ചിത്രീകരിക്കുന്ന കാഡ്യൂഷ്യസ് ചിഹ്നം യഥാർത്ഥത്തിൽ ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. 2 പാമ്പുകൾ ചുറ്റിക്കിടക്കുന്ന ചിറകുള്ള വടി റോമൻ ദൈവമായ മെർക്കുറിയുടേതാണ്. ദേവന്മാരുടെ സന്ദേശവാഹകനാണ് മെർക്കുറി. അതാണ് ചിറകുള്ള വടി. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹത്തിന് മെർക്കുറി എന്ന് പേരിട്ടത്. പക്ഷേ പുരാതന ലോകത്ത് ഈ ചിഹ്നം ഒരിക്കലും രോഗശാന്തിയുമായോ വൈദ്യശാസ്ത്രമായോ അല്ലെങ്കിൽ വൈദ്യവുമായോ ചികിത്സയുമായോ യാതൊരു ബന്ധമേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് മെർക്കുറിയുടെ ഈ ചിഹ്നം വൈദ്യശാസ്ത്ര രംഗത്തേക്ക് വന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. മെർക്കുറിയുടെ വടിയല്ല ശരിക്കും ഡോക്ടർമാരുടെ ചിഹ്നം. അതിനോട് സാമ്യമുള്ള വൈദ്യത്തിൻ്റെ ഗ്രീക്ക് ദൈവമായ എസ്കലിപ്പിയസിൻ്റെ ചിഹ്നമായ ഒരു വടിയിൽ ഒരു പാമ്പ് ചുറ്റിക്കിടക്കുന്നതാണ് ശരിയായ ചിഹ്നം. ആർക്കും ഇത് രണ്ടും കൂടി മാറിപ്പോയതാണ്. 1902 US ആർമി മെഡിക്കൽ കോർപ്സിലെ ആരോ ആണ് ഈ അബദ്ധത്തിന് പിറകിലെന്ന് പറയപ്പെടുന്നുണ്ട്. 1902 US ആർമി മെഡിക്കൽ കോർപ്സ് കാഡ്യൂഷ്യസിനെ അവരുടെ ഔദ്യോഗിക ചിഹ്നമായി തെറ്റായി സ്വീകരിച്ചു. ഇത് രോഗശാന്തിയുടെ യഥാർത്ഥ ചിഹ്നവുമായി മാറിപ്പോയി. ഈ തെറ്റ് ആവർത്തിക്കപ്പെടുകയും തെറ്റ് മനസ്സിലാവാതെ വീണ്ടും ഉപയോഗിക്കുകയുമായിരുന്നു. സത്യത്തിൽ രോഗശാന്തിയുടെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും ഗ്രീക്ക് ദേവനായിരുന്നു അസ്ക്ലേപ്പിയസ്. അസ്ക്ലേപ്പിയസിൻ്റെ വടി ചിറകുകളില്ലാത്ത ലളിതമായ വടിയിൽ ചുറ്റിത്തിരിയുന്ന ഒറ്റപ്പാമ്പായ അസ്ക്ലേപ്പിയസിൻ്റെ വടിയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ ചിഹ്നം. ചിഹ്നത്തിലെ പാമ്പ് പുനർജന്മത്തെയും നവീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു. കാരണം നമുക്കറിയാം, പാമ്പുകൾ അവരുടെ പടം പൊഴിക്കാറുണ്ട്, അതായത് ചർമ്മം പൊഴിക്കാറുണ്ടല്ലോ. വടി അധികാരത്തെയും പിന്തുണയും സൂചിപ്പിക്കുന്നതായാണ് കരുതപ്പെടുന്നത്. പുരാതന ഗ്രീസിലെ അസ്ക്ലേപ്പിയസിൻ്റെ ക്ഷേത്രങ്ങൾ രോഗശാന്തി കേന്ദ്രങ്ങളായിരുന്നു. ലോകാരോഗ്യ സംഘടന പോലെയുള്ള സംഘടനകളും നിരവധി ദേശീയ മെഡിക്കൽ അസോസിയേഷനുകളും അവരുടെ ഔദ്യോഗിക ചിഹ്നമായി അസ്ക്ലേപ്പിയസിൻ്റെ വടി ശരിയായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത തവണ ഒരു മെഡിക്കൽ കെട്ടിടത്തിലോ ആംബുലൻസിലോ 2 പാമ്പുകളുള്ള ഒരു ചിറകുള്ള വടിയെ നിങ്ങൾ കാണുമ്പോൾ ഓർക്കുക, അത് അസ്ക്ലേപ്പിയസ് അല്ല, ഹെർമിസ് ആണ്. കാഡ്യൂഷ്യസ് വൈദ്യശാസ്ത്രത്തിൻ്റെ ജനപ്രിയ മുഖമായി മാറിയിരിക്കാമെങ്കിലും അസ്ക്ലേപ്പിയസിൻ്റെ വടിയായിരുന്നു യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നത്. എന്തായാലും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ദിനത്തിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ രീതിയിൽ മാത്രമാണിത് സംസാരിച്ചത്. ഈ ദിനത്തിൽ എല്ലാ ആധുനിക വൈദ്യശാസ്ത്ര ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർമാർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ ആശംസകൾ നേരട്ടെ.